കസ്റ്റംസ് കേരളത്തിലെ ഏകദേശം 38ഓളം ഫോറിൻ വാഹനങ്ങൾ പിടിച്ചെടുത്തു. പല വാഹനങ്ങളും സിനിമാ നടന്മാരുടെ കയ്യിലായിരുന്നു. ദുൽഖറിൻ്റെ കയ്യിൽ നിന്ന് 1-2 വാഹനങ്ങൾ, അതേ സമയത്ത് പൃഥ്വിരാജിൻ്റെ കയ്യിൽ നിന്നും 2-3 വാഹനങ്ങൾ. അതുപോലെ സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ കൺസൾട്ടൻറ്റും വർക്ക്ഷോപ്പുമുള്ള എന്ന വ്യക്തിയും ഈ റാക്കറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് മോഷ്ടിക്കുന്ന കാറുകൾ, ഫോറിൻ കാറുകൾ ഭൂട്ടാനിൽ കൊണ്ടുവരികയും ഭൂട്ടാനിൽ നിന്ന് ആ കാറുകൾ ഇന്ത്യയിലേക്ക് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂട്ടാനിലെ ഒരു ആർമി ഓഫീസറാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഈ റിട്ടയർഡ് ആർമി ഓഫീസറാണ് ഭൂട്ടാനിൽ നിന്ന് ആ വാഹനങ്ങൾ ഇന്ത്യയിലെ ഏജന്റുമാർക്ക് കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഈ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിലെ കന്ത്രോരിയിൽ പ്രവർത്തിക്കുന്ന ഓർഡിനൻസ് ഫാക്ടറിയുടെ ഡിപ്പോയുടെ ഒരു സെയിൽ ലെറ്റർ വ്യാജമായി കൊടുത്തുകൊണ്ടാണ്. ഇത് രാജ്യത്തെ കുറേ നാളുകളായി അന്വേഷണം നടത്തുന്ന ഒരു കാര്യമായിരുന്നു. അത് ഏകദേശം 1-2 വർഷം മുമ്പ് കോയമ്പത്തൂർ 2 കണ്ടെയ്നർ നിറയെ ഫോറിൻ വണ്ടികളുടെ സ്പെയർ പാർട്സും ഫോറിൻ വണ്ടികൾ അത് ഡിസംബിൾ ചെയ്ത് 2 കണ്ടെയ്നർ അവിടെ വന്നു. അത് കസ്റ്റംസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് എവിടുന്നാണ് ഇത്രയും ഫോറിൻ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ വരുന്നത്? അത് ഡിസ്മാൻഡിൽ ചെയ്ത് അതേപടി കണ്ടെയ്നർ ഇവിടെ വരികയാണ്. അത് കസ്റ്റംസ് പിടിച്ചു. അതോടുകൂടിയാണ് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തുന്ന വൻ റാക്കറ്റ് ഭൂട്ടാനിൽ ഉണ്ട് എന്ന് മനസ്സിലായത്. കന്ത്രോരിയിലെ പ്രവർത്തിക്കുന്ന ഈ ഓർഡിനൻസ് ഫാക്ടറി ഫീൽഡ് 9 FOD എന്ന അവരുടെ തന്നെ ഒരു വ്യാജ സീൽ പതിച്ച് സീൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന വാഹനങ്ങളായിട്ട് കുറേ വാഹനങ്ങളെ മാറ്റും. ഇതുകൂടാതെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ അവിടുത്തെ RTO ഓഫീസിൽ ചില ഏജന്റുമാർ ഉപയോഗിച്ചിട്ട് അവിടെയും രജിസ്റ്റർ ചെയ്തിട്ട് ഇന്ത്യയിലെ കേരള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിറ്റഴിക്കപ്പെടും ഈ കാറുകൾ. ഈ കാറുകളുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ഒന്നെങ്കിൽ അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ നടത്തും. അല്ലെങ്കിൽ അതിൻ്റെ ഓണർ അവിടെയാണ് എന്ന് കാണിച്ച് കേരളത്തിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവരും. ഇവിടെ കുണ്ടന്നൂരിലെ കാർ വർക്ക്ഷോപ്പിലാണ് ഇത് വന്നെത്തുന്നത്. കുണ്ടന്നൂരിലെ കാർ വർക്ക്ഷോപ്പ് ഉടമ അയാളെ കസ്റ്റമേഴ്സ് 2-3 പ്രാവശ്യം ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അയാള് നടനാണെന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം, ചില സിനിമയിലൊക്കെ അഭിനയിച്ചുണ്ടാവും. നടൻ ചക്കാലക്കല് അയാളെ ആണ് കുണ്ടന്നൂര് ഈ വലിയ ബൃഹത്തായ വർക്ക്ഷോപ്പും. അവിടെ നിന്ന് പല വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തു. അതൊക്കെ ഫസ്റ്റ് രജിസ്ട്രേഷൻ നടത്തിയ കാറുകളാണ്. സെക്കൻഡ് സെയിൽസ് കേരളത്തിൽ നടക്കും. അങ്ങനെ വന്ന കാറുകളെല്ലാം വിദേശ നിർമ്മിത കാറുകളാണ്, ഭൂട്ടാൻ വഴി വന്ന കാറുകളാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഈ കാറുകളിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടാകാം ദുൽഖർ സൽമാനും പൃഥ്വിരാജും അങ്ങനെയുള്ളവർ, പണമുള്ളവർ ഈ കാറുകൾ വാങ്ങിച്ചു കൂട്ടുന്നത്. ഭൂട്ടാനിൽ നിന്ന് നിസ്സാര തുകയ്ക്ക് 5-10 ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങിച്ചിട്ട് 1 കോടി 1.5 കോടി രൂപയുടെ വാഹനങ്ങൾ 5-10 ലക്ഷം രൂപയ്ക്ക് അവിടെ വാങ്ങിച്ചിട്ട് അത് നേരെ ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഇവിടെ ആ വാഹനങ്ങൾ വിൽക്കും. ഒരു വാഹനങ്ങൾ കുണ്ടന്നൂരിലെ അവിടുത്തെ ഒരു വാഹനത്തിൻ്റെ ഉടമ മൂവാറ്റുപുഴക്കാരനാണ്. പക്ഷെ അയാളുടെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് ആസാമിലാണ്. അത് വ്യാജ RC ബുക്കാന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇവര് കോയമ്പത്തൂർ കൊണ്ടുവന്ന വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ കസ്റ്റംസ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ സ്വർണവും
ലഹരി വസ്തുക്കളും ചില ആയുധങ്ങളും കണ്ടെടുക്കുകയുണ്ടായി അന്ന്. ഇത് രാജ്യത്തിനെതിരായ ഒരു ത്രെട്ടാണ് എന്ന് മനസ്സിലായി. ഇത് എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് കസ്റ്റംസ് അന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഇത് തുടക്കത്തിലെ ഒരു ആർമിക്കാരൻ തന്നെയാണ്, റിട്ടയർ ചെയ്ത ഒരാളാണ് ഭൂട്ടാനിൽ നിന്ന് ഈ വാഹനങ്ങൾ ശേഖരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. അയാളുടെ ഒരു മലയാളി ഏജന്റ് ഉണ്ട്. അതാരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ മലയാളി ഏജന്റ് മുഖേനയാണ് ഇന്ത്യയിൽ ഈ സാധനം എത്തുന്നതും കേരളത്തിലെ ഈ സാധനങ്ങൾ വരുന്നതും ഇവിടെ കുണ്ടന്നൂരിലുള്ള ചക്കാലയ്ക്കൻ്റെ വർക്ക്ഷോപ്പിൽ എത്തിക്കുന്നതും. അവിടെ ഇപ്പം ധാരാളം വണ്ടികൾ കിടപ്പുണ്ട്, ഫോറിൻ വണ്ടികൾ, ഫസ്റ്റ് രജിസ്ട്രേഷൻ വണ്ടികളാണ്. എന്ന് പറഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശത്തിലും അത് അവിടെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് ആരുടെയെങ്കിലും പേരിൽ രജിസ്റ്റർ ചെയ്ത് അത് വിൽപ്പനയ്ക്കായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്രകാരം കേരളത്തിൽ 200ഓളം വാഹനങ്ങൾ വിറ്റ് കഴിഞ്ഞതായിട്ടാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത്. 38 എണ്ണം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അവിടെ കിടക്കുന്ന വാഹനങ്ങളെല്ലാം RC ബുക്ക് ഇപ്പം കൊണ്ടുപോയി അയാൾ ഹാജരാക്കിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യണം, കാരണം അത് വ്യാജമായിരിക്കും. ഇപ്പോഴേ വാഹനങ്ങൾ പിടിച്ചെടുത്ത നടന്മാരിലെ ഒരാൾ ദുൽഖർ ഹൈക്കോടതിയിൽ തൻ്റെ വാഹനം വിട്ടുതരണം എന്ന് പറഞ്ഞ് അവിടെ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ആ നീക്കം അത്ര ശരിയായ ഒരു നീക്കമായിരുന്നില്ല. കാരണം ആ വാഹനത്തിൻ്റെ നിജസ്ഥിതി കസ്റ്റംസ് കണ്ടെത്തണം. അത് ഉടനെ ഒന്നും കണ്ടെത്തില്ല. കാരണം അതിൻ്റെ റൂട്ട് മനസ്സിലാക്കണം. അത് ഇന്ത്യയിലെ ഫസ്റ്റ് ഓണർ ആരാണ്, അങ്ങനെ ഒരാളുണ്ടോ, അത് തന്നെയല്ല ഇതിൻ്റെ പണം എങ്ങോട്ടാണ് പോകുന്നത്, ഈ പണം അത് ഒരു റൂട്ട് വഴി തന്നെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ആ പണത്തിൻ്റെ വരുന്നതും അയാളിൽ കൂടെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മലയാളിയായ ഒരു ഏജന്റ് മുഖേനയാണ് ഈ വാഹനങ്ങൾ വരുന്നത്. അയാളിൽ നിന്നായിരിക്കണം വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് കരുതുന്നു. എന്തായാലും 1-2 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അറസ്റ്റിലേക്ക് നീങ്ങിയെങ്കിൽ മാത്രമേ കൂടുതൽ അയാളെ ചോദ്യം ചെയ്ത് ഇൻട്രോഗേറ്റ് ചെയ്ത് വാഹനങ്ങൾ എവിടെയൊക്കെ വിറ്റിട്ടുണ്ട്, ആരൊക്കെയാണ് വാങ്ങിച്ചത്, ഏത് സ്റ്റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്, അത് തന്നെ ഈ മലയാളി വരാതെ മാത്രമേ ഉള്ളൂ, വേറെ മലയാളികളിനകത്ത് ഈ റാക്കറ്റിനകത്ത് ഉണ്ടോ. അതിനകത്ത് പോലീസ് കസ്റ്റംസ് അവരെ ചോദ്യം ചെയ്തപ്പോൾ അഖിൽ ചക്കാലയ്ക്കർ ഫ്രീക്വൻ്റ് ആയിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ത്രിപുര, മണിപ്പൂർ അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ അദ്ദേഹം കൂടെ യാത്ര ചെയ്യുന്നെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിദേശത്തും ധാരാളം ഇയാൾ പോയിട്ടുണ്ട്. വിദേശത്തുള്ള വാഹനങ്ങൾ അവിടെ മോഷ്ടിച്ചാരെങ്കിലും വിൽക്കുന്ന വാഹനങ്ങളായിരിക്കാം. ആ വാഹനങ്ങൾ അവിടുന്ന് നേരെ ഭൂട്ടാനിൽ എത്തിക്കും. അതിനകത്ത് ചക്കാലയ്ക്കിന് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വന്നെത്തുന്ന വാഹനങ്ങളുടെ കാര്യം മാത്രമാണോ, അത് വിദേശത്ത് ഇതുപോലെ വരുന്ന വാഹനങ്ങൾ അവിടുന്ന് കടത്തി ഭൂട്ടാനിൽ എത്തിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്നതാണ് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നീക്കം അത് വാങ്ങിച്ച ചില നടന്മാർക്കും അവർക്കും മോശമായ ചില നിരീക്ഷണങ്ങൾ അവരുടെ പേരിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഹൈക്കോടതി ഇത് ശ്രദ്ധിക്കും. ഹൈക്കോടതിയുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞു. ദുൽഖർ അയാളുടെ വണ്ടി വിട്ടുകിട്ടാനുള്ള ശ്രമത്തിന് ഹൈക്കോടതി പോയി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ശ്രദ്ധ വരുമ്പം ഈ വാഹനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് കൃത്യമായിട്ട് കോടതി ബോധ്യപ്പെടുത്തണം. അയാൾ ഇന്നസെന്റ് ആയിട്ട് വാങ്ങിച്ചതാണോ അതോ ഇത് അറിഞ്ഞിട്ട് വാങ്ങിച്ചതാണോ, എങ്കിലും ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് രജിസ്റ്റേർഡ് ഓണർ ആരാണെന്ന് അറിയണം. അയാൾ നമ്മളുമായിട്ടാണ് ആ എഗ്രിമെന്റ് ഇടുന്നത്. അല്ലാതെ മറ്റൊരു അറിയപ്പെടാത്ത ഒരാളുമായിട്ട് ഒരു വാഹനം കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിയമപരമായ വലിയ ബാധ്യതകൾ അവർക്കുണ്ടാക്കും. ആരാണ് ഈ വാഹനത്തിൻ്റെ ഉടമ എന്നറിയണം. ഇപ്പോൾ തന്നെ ചില വാഹനങ്ങളിലെ മൂവാറ്റുപുഴയിലെ ഒരു കച്ചവടക്കാരനോ ഒരാളുടെ പേര് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന ആസാമിലാണ്. ഇതുപോലെ ഫസ്റ്റ് ഓണർ തീർച്ചയായിട്ടും ഫേക്ക് അഡ്രസ്സ് തന്നെയായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം അത്
സെക്കൻഡ് ഓണർ ഇവിടെ വിൽക്കപ്പെടും. അത് നല്ല ട്രൂ ഓണർഷിപ്പിൽ ആയിരിക്കും. അവർ പിന്നീട് അത് വിറ്റാൽ അതിൻ്റെ പിന്നാലെ സാധാരണ RTO ഓഫീസിലോ പോലീസോ പോകത്തില്ല. അതിൻ്റെ തൊട്ട് അവരാരെന്ന് വാങ്ങിച്ചു എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൂ. 5-6 കൈമറിഞ്ഞ് പോയി കഴിയുമ്പോൾ പഴയ ആദ്യത്തെ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടെന്ന് വരും, വർഷങ്ങളെടുക്കും. ഇപ്പൊ തന്നെ ചക്കാലക്കിന്റെ കയ്യിലിരിക്കുന്ന ഒരു വാഹനം അത് 2012 വാഹനമാണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും അയാൾ ഒരു വാഹനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വാഹനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം തൻ്റെ വർക്ക്ഷോപ്പിൽ പലരും വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് എന്നാണ് പറയുന്നത്. വാങ്ങിച്ചു കൊണ്ടുവന്നതാണോ ഇയാൾ മുഖേന വിറ്റതാണോ എന്നുള്ള കാര്യങ്ങളും ഇനി കസ്റ്റംസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അരുണാചൽ പ്രദേശിലെ രജിസ്ട്രേഷനുള്ള ആദ്യ ഉടമ ആ മൂവാറ്റുപുഴക്കാരനാണ് എന്ന് വന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഒരാളുടെ പേര് മാത്രം സ്വീകരിച്ചിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ, ആസാമിലും മറ്റുള്ളിടത്തും അവരുടെ ഒരു ഫേക്ക് അഡ്രസ്സ് വെച്ച് ആ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. പല രീതിയിലാണ് ഈ രജിസ്ട്രേഷൻ വ്യാജമായി നടത്തുന്നത്. RC ബുക്കുകൾ എല്ലാത്തിനും ഉണ്ടാകാം. അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ RC ബുക്ക് ആയിരിക്കും. അതിന് മുമ്പിലുള്ള വാഹനത്തിന്റെ ഉടമയുടെ പേരൊന്നും അതിനകത്ത് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. വിദേശ വാഹനങ്ങൾ പലരും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചോ അല്ലെങ്കിൽ അവിടുന്ന് തട്ടിക്കൊണ്ട് വന്ന് പല രാജ്യങ്ങളിൽ കൂടെ കടത്തി അത് ഭൂട്ടാനിലെത്തുകയാണ്. അത് തീർച്ചയായിട്ടും പല വാഹനങ്ങളും അവിടെ സ്പെയർ പാർട്സ് അല്ലെങ്കിൽ ഡിസ്മാൻറ്റിൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് അസംബിൾ ചെയ്ത് അവിടെ നിന്ന് വരുന്നതാണോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അത് കസ്റ്റംസ് ചെയ്താൽ അത് നോക്കും. കാരണം വിദേശത്തു നിന്ന് വാഹനങ്ങൾ കൊണ്ടുവരുന്ന കണ്ടെയ്നർ വേണം, അത് ലോങ് ട്രിപ്പുകളാണ്, അത് വലിയ നഷ്ടം വരും. വിദേശത്തു നിന്ന് ഈസി ആയിട്ട് അത് ഡിസ്മാൻറ്റിൽ ചെയ്ത് അത് ഭൂട്ടാനിൽ എത്തിച്ച് വിദേശത്തുള്ള 2 മെക്കാനിക്കിനെ അവിടെ കൊണ്ടുവന്നിട്ട് അയാൾ അത് അസംബിൾ ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെ ആകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. വാഹനം അതേപടി വിദേശത്തു നിന്ന് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാഹനം കാണിച്ചിട്ട് ആ വാഹനം ലാൻഡ് ക്രൂയിസർ ആണെങ്കിൽ ആ വാഹനം അത് പൊളിച്ച് ഇവിടെ ആ വാഹനം അവിടെ കാണിക്കുകയും അതേ രീതിയിൽ അതേ മോഡലുള്ള മറ്റു വാഹനങ്ങൾ പൊളിച്ച് ഡിസ്മാൻറ്റിൽ ചെയ്ത് അത് കോയമ്പത്തൂർ കൊണ്ടുവന്നു, അല്ലെങ്കിൽ എവിടെയും കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ ആസാമിലും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ അരുണാചൽ പ്രദേശിലോ അല്ലെങ്കിൽ മണിപ്പൂരിലോ നാഗാലാൻഡിലോ ഒക്കെ അവിടെ അത് അസംബിൾ ചെയ്ത് അവിടെ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് വരുന്നതുമാണ്. ഇത് രാജ്യത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള സെയിലാണ് നടക്കുന്നത്. ഇത് ഇപ്പോഴെങ്കിലും പിടിച്ചത് നന്നായി. കാരണം ഇന്ത്യക്ക് വളരെയധികം നഷ്ടം ഈ കാര്യത്തിൽ വരുന്നുണ്ട്. കാരണം വിദേശത്ത് ഉള്ള പല മാനുഫാക്ചേഴ്സും അവരുടെ ഇന്ത്യൻ പതിപ്പുകൾ ഇറക്കുന്നുണ്ട്. ചെന്നൈയിലും മഹാരാഷ്ട്രയിലും പൂനെയിലൊക്കെ ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ വിദേശ വാഹനങ്ങൾ ഇവിടെ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ അസംബിൾ ചെയ്ത് ഇവിടെ തന്നെ വിറ്റഴിക്കുന്നു. അത് അവർക്ക് ഇതൊരു ത്രെട്ടാണ്. കാരണം ഇത് വളരെ വ്യാപകമായി ഇന്ത്യയിലേക്ക് ഫോറിൻ വാഹനങ്ങൾ ഇതുപോലെ വരുന്നു എന്നുള്ളതാണ്. അത് മിക്കവാറും സിനിമാ രംഗത്ത് വലിയ വലിയ പണക്കാർക്കും അവർക്കൊക്കെ ആഡംബര കാറുകളോട് വലിയ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് അവർ തന്നെയാണ് ഇതിനകത്ത് ബലിയാടുകൾ. പാവങ്ങളാരും ഈ കാറുകൾ വാങ്ങിക്കത്തില്ല, വാങ്ങിക്കാനുള്ള സാമ്പത്തികവും ഇല്ല. വലിയ പണക്കാരും അതുപോലെയുള്ള ബിസിനസ്സുകാരും അതേസമയം സിനിമാ താരങ്ങളൊക്കെ ഇത് വാങ്ങിച്ചു കൂട്ടുന്നത് കൊണ്ട് രാജ്യത്തിന് എന്തായാലും അവർക്ക് അങ്ങനെ ഒരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വിലയും ആ വില കണക്കാക്കിയുള്ള ടാക്സും ഇന്ത്യയിൽ ലഭിക്കണം. അത് ലഭിക്കാതെ ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ വാങ്ങിച്ച വാഹനങ്ങളൊന്നും അത്ര പെട്ടെന്ന് കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം അത് ചീറ്റിങ്, ഫ്രോഡ് എല്ലാം ഉണ്ടാവും. വാങ്ങിച്ച ആൾക്കാരും കാർ വാങ്ങിച്ചവരും അതിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.